ബി-ലൈവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹൗ ടു പ്ലേ ട്രംപറ്റ് എന്ന വീഡിയോസ് ഞാൻ ഇടുകയുണ്ടായി. അതിൻ്റെ 3 പാർട്സ് നമ്മൾ പഠിച്ചു. എക്സസൈസാണ് കൂടുതലും പഠിച്ചത്. പിന്നെ സി മേജർ സ്കെയിൽ നമ്മൾ വായിച്ച് പഠിക്കുകയുണ്ടായി. അതിനുശേഷം മറൈൻ മാർച്ച് എന്ന് പറയുന്ന ഒരു ക്വിക്ക് മാർച്ചുള്ള പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വിക്ക് മാർച്ച് തന്നെ യൂസ് ചെയ്യുന്ന ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു സോങ് ആണ്. ഈ സോങ് യഥാർത്ഥത്തിൽ ഡി മേജർ സ്കെയിലിൽ വരുന്ന സോങ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന നോട്ട് സി മേജർ സ്കെയിലാണ്. ഇതിൽ നമുക്ക് ഷാർപ്പ് നോട്ട് ഒരൊറ്റ നോട്ട് മാത്രമേ ഷാർപ്പ് നോട്ടായിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ നാച്ചുറൽ നോട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ പാട്ട് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം. അതിനുശേഷം നമുക്ക് ഓരോ ബാർ വൈസ് ബാർ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ. ഇന്ന് JKയുടെ ആദ്യത്തെ ട്രംപറ്റ് വെച്ചാണ് വായിക്കുന്നത്. ഓക്കെ, റെഡി? 1 2 3. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം കേട്ടതാണ്. ഞാൻ 1 2 3 ടൈമിങ് കൊടുത്ത് അടുത്ത 4th ബീറ്റിന് ടൈമിങ്ങിനാണ് വായിച്ച് തുടങ്ങിയത്. അതായത് ഈ പാട്ട് വായിച്ച് തുടങ്ങുന്നത് ആദ്യത്തെ ബാറിലെ 4th ബീറ്റാണ്. അതായത് 1 2 3 4 1 2 3 4. ഇത് 4/4 താളത്തിൽ വരുന്ന പാട്ടാണ്. അതായത് ഒരു ബാറിൽ 4 ബീറ്റ് വരും. അപ്പോൾ 1 2 3 4 1 2 3 4. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ബാല് 4 ബീറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ ബാലിനകത്ത് മാക്സിമം 4 നോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ഒരു ബീറ്റിനെ നമുക്ക് 2 നോട്ട് വായിക്കാം, 3 നോട്ട് വായിക്കാം, 4 നോട്ട് വരെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് താഴെ വായിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രംപറ്റിൽ കൂടുതൽ അങ്ങനെ വായിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല കോമൺലി. പക്ഷേ ഇവിടെ ഒരു ബീറ്റിൽ 3 നോട്ട് വരെ വായിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വായിച്ച് തുടങ്ങുന്നത് 4th ബീറ്റിലാണ്. ആദ്യത്തെ 3 ബീറ്റ് റെസ്റ്റാണ്. 4th ബീറ്റിൽ വായിച്ച് തുടങ്ങുന്നു. പിന്നെ രണ്ടാമത്തെ ബാർ ഫുള്ള് വായിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 3ാമത്തെ ബാറിലെ ആദ്യത്തെ നോട്ട് അത് 2 ബീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു നോട്ട് തന്നെ 2 ബീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നിർത്തും. ഓക്കെ, ഞാൻ ആദ്യം ഇതിൻ്റെ ട്യൂണൊന്ന് നമ്മൾ ഇപ്പം പഠിപ്പിക്കാൻ പോകുന്ന പാട്ട് ഞാൻ പാടി കേൾപ്പിച്ചു തരാം. റെഡി? 1 2 3. പാ സാ നീ ദാ പാ. ഓക്കെ, നമ്മൾ പായിൽ തുടങ്ങുന്നു, പായിൽ അവസാനിപ്പിക്കുന്നു. ആദ്യത്തെ ബാറും 3ാമത്തെ ബാറിൻ്റെ ആദ്യത്തെ നോട്ടും. ഒന്നുകൂടി 1 2 3. പാ സാ നീ ദാ പാ. ആ പാ നമ്മൾ 2 ബീറ്റ് നമ്മൾ നീട്ടണം. പാ പാ 2 ബീറ്റ്. ഓക്കെ, 1 2 3. ഓക്കെ, റെഡി? 1 2 3. ഇത് 2 ബീറ്റ് വായിച്ചതിന് ശേഷം അടുത്ത 3ാമത്തെ ബീറ്റിൽ ദാ വായിക്കുക. 4ാമത്തെ ബീറ്റിൽ നീസ ദാ നിസ ഗാ ഗാ മാ രി സാ. ദാ നിസ ഗാ ഗാ മാ രി സാ. നോക്കിക്കോളൂ. ആ ഗ ഗ മ രി അത് ഒരു ബീറ്റിന് ഒരു നോട്ട്. ഗ ഗ മ രി സാ. ഓക്കെ, ഒന്നും കൂടി.
ഒന്നും കൂടി. ധാനി സ ഗ ഗ മ രി സ. ആ സാ നമ്മൾ 3 ബീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സാ. അടുത്ത് വീണ്ടും പ സ നി ദ പ ധാ നി സ ഗ ഗ മ രി സ. ഓക്കെ. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഞാൻ ഒന്നും കൂടി പാടി കേൾപ്പിച്ചു തരാം. ഒരു 1 2 3. പ സ നി ദ പ ധാ നി സ ഗ ഗ മ രി സ. പ സ നി ദ പ ധാ നി സ ഗ ഗ മ രി സ. ഓക്കെ. ആ സ അവസാനിക്കുന്നത് 3 ബീറ്റിൽ. സാ. ഓക്കെ. അടുത്തത് ഈ സാ തീരുന്ന 4ാമത്തെ ബീറ്റിൽ നമ്മൾ അടുത്ത് വായിച്ചു പ ഗ സ ഗ പ സ. നോക്കിക്കോളൂ. പ ഗ 4th ബീറ്റ്. 1 2 3. പ ഗ സ ഗ പ സ. അവിടെ ഗ സ ഗ പ അത് 4ഉം ഓരോ ബീറ്റിൽ ഓരോ നോട്ട് വെച്ച് എന്നിട്ട് അടുത്ത ബാറിൽ സ നീട്ടുക. നമ്മൾ നേരത്തെ വായിച്ചത് പോലെ 2 ബീറ്റ് സ നീട്ടുക. നോക്കിക്കോളൂ. ഓക്കെ. പ ഗ സ ഗ പ സ. ആ സ എന്ന് പറയുന്നത് നമ്മൾ സി മേജർ സ്കെയിലിലെ ഏറ്റവും ടോപ്പ് സ ആണ്. സ പ സ. അപ്പോൾ അതനുസരിച്ച് ചുണ്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പാട്ട് വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മലയാളം നോട്ട് തന്നെ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കീസാണ് എഴുതി വെച്ച് വായിക്കുന്നതെങ്കിൽ നമുക്ക് ആ കീസ് ഏത് നോട്ടിനെയാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം ദായ്ക്കും ഗായ്ക്കും ഒരേ കീ ആണ്. നീ ഫ്ലാറ്റിനും അതായത് ബി ഫ്ലാറ്റിനും മായ്ക്കും ഒരേ നോട്ടാണ്, ഒന്നാണ്. അതേപോലെ തന്നെ നീക്കും എഫ് ഷാർപ്പിനും ഒരേ നോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിപ്പം നീ വായിക്കേണ്ട നീ ഷാർപ്പ് അല്ലെങ്കിൽ ബി ഫ്ലാറ്റ് വായിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വായിക്കുക മാ ആയിരിക്കും, എഫ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് മലയാളം നോട്ട് തന്നെ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ അതൊന്നും കൂടി പറഞ്ഞു. 1 2 3. പ ഗ സ ഗ പ സ. ആ സ 2 ബീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. 1 2 3. അടുത്തതായിട്ട് ധാനി സ നി പ ധ മ പ. ഓക്കെ. എങ്ങനെ? ധാനി സ നി പ ധ മ പ. ഇവിടെ മാ എന്ന് പറയുന്നത് എഫ് ഷാർപ്പാണ്. അപ്പോൾ അതിൻ്റെ കീ 1 അല്ല 2 ആണ്. ഓയിക്കോളൂ. ഓക്കെ. അവിടെ അവസാനം പ വായിക്കുന്നതും 2 ബീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. അടുത്ത് ധാനി സാ നി ദ പ. പ 2 ബീറ്റ് വായിച്ചതിന് ശേഷം അടുത്ത 3ാമത്തെ ബീറ്റിൽ ധാനി സാ നി ദ പ. ഓക്കെ. സാ 2 ബീറ്റ്, നീ 1 ബീറ്റ്, ദാ 1 ബീറ്റ്, അടുത്ത ബാറിൽ പ 2 ബീറ്റ്. ഓക്കെ. ഓക്കെ. ഒന്നും കൂടി. ധാനി സാ നി ദ പ. അടുത്ത് ധാനി സ ഗ ഗ മ രി സ. അത് താഴെയാണ് തീരുന്നത്, അപ്പം സായിലാണ് തീരുന്നത്. അപ്പം അതനുസരിച്ച് ചുണ്ട് ലൂസ് ചെയ്ത് നോട്ട് താത്തി വായിക്കുക. ഓക്കെ. ധാനി സ ഗ ഗ മ രി സ. ഒന്നും കൂടി. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക്
ഒന്നേന്ന് ഒന്നുകൂടി വായിക്കാം. ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ ഇത് കേട്ട് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി? 1 2 3. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ച പാട്ടിൻ്റെ പേര് ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന പാട്ടാണ്. ഇത് ക്വിക്ക് മാർച്ചിന് യൂസ് ചെയ്യുന്നൊരു പാട്ടാണ്. 4/4 താളം വരുന്ന പാട്ടാണ്. ഇത് നമ്മൾ വായിച്ച് തുടങ്ങുന്നത് 4th ബീറ്റാണ്. എപ്പോഴും പാട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ നോട്ട് എപ്പോഴും കറക്റ്റായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇതിൽ തുടങ്ങുന്ന നോട്ട് പായാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിക്കുക. അത് കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി നോട്ടെല്ലാം തെറ്റാതെ വായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ട്രംപറ്റ് വായിക്കുമ്പോഴും മറ്റേത് ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ പാട്ട് വായിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബി-ദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസ് എന്ന അക്കൗണ്ടിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട് ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ പഠിച്ച രീതി അനുസരിച്ച് ഓരോ നോട്ടും ഇതിൻ്റെ താഴെ വന്ന് വരുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് നോട്ട് ഞാൻ അവസാനം ഇടുന്നതാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നോട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കമൻ്റായിട്ട് സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കമൻ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ശുഭദിനം.